അപ്പൊ പലർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ കൊയ്തെടുത്ത നെല്ലൊക്കെ എന്താ ചെയ്യണത്, ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ. നമ്മളത് കൊടുക്കുന്നത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് അത് സപ്ലൈകോ വഴി പ്രൈവറ്റ് മില്ലുകൾക്കാണ് അത് കൊടുക്കുന്നത്. ഈ മില്ലുകള് നമ്മളെ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഈ നെല്ലൊക്കെ എടുത്തതിന് ശേഷം അവരത് ഗവൺമെന്റിന് അരിയാക്കി കൊടുക്കുന്നു. അങ്ങനെ അരിയാക്കി കൊടുത്തിട്ടാണ് നമ്മുടെ റേഷൻ കടകൾക്കൊക്കെ അരി. പിന്നെ അത് മാത്രമല്ല, അവർക്ക് തന്നെ പല ബ്രാൻഡുകളിലായിട്ടുള്ള പവിഴം മട്ടറൈസ് പോലുള്ള പല ബ്രാൻഡുകളിലായിട്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഗവൺമെന്റിന് കൊടുക്കേണ്ട മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ ഒരു SBI അല്ലെങ്കിൽ കനറ ബാങ്ക് പോലത്തെ ഏതൊരു ബാങ്കിന്റെ അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് നെല്ല് രജിസ്ട്രേഷൻ അതായത് അക്ഷയ കേന്ദ്രത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് നെല്ല് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു PRS അതായത് ഒരു ബില്ല് അടിച്ചു തരും. ആ ബില്ല് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. അപ്പൊ പലർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ കൊയ്തെടുത്ത നെല്ലൊക്കെ എന്താ ചെയ്യണത്, ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ. നമ്മളത് കൊടുക്കുന്നത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് അത് സപ്ലൈകോ വഴി പ്രൈവറ്റ് മില്ലുകൾക്കാണ് അത് കൊടുക്കുന്നത്. ഈ മില്ലുകള് നമ്മളെ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഈ നെല്ലൊക്കെ എടുത്തതിന് ശേഷം അവരത് ഗവൺമെന്റിന് അരിയാക്കി കൊടുക്കുന്നു. അങ്ങനെ അരിയാക്കി കൊടുത്തിട്ടാണ് നമ്മുടെ റേഷൻ കടകൾക്കൊക്കെ അരി. പിന്നെ അത് മാത്രമല്ല, അവർക്ക് തന്നെ പല ബ്രാൻഡുകളിലായിട്ടുള്ള പവിഴം മട്ടറൈസ് പോലുള്ള പല ബ്രാൻഡുകളിലായിട്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഗവൺമെന്റിന് കൊടുക്കേണ്ട മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ ഒരു SBI അല്ലെങ്കിൽ കനറ ബാങ്ക് പോലത്തെ ഏതൊരു ബാങ്കിന്റെ അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് നെല്ല് രജിസ്ട്രേഷൻ അതായത് അക്ഷയ കേന്ദ്രത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് നെല്ല് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു PRS അതായത് ഒരു ബില്ല് അടിച്ചു തരും. ആ ബില്ല് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും.